SFIക്ക് ആഹ്ലാദ നിമിഷം. കണ്ണൂർ സർവകലാശാല യൂണിയൻ നിലനിർത്തി. 5 ജനറൽ സീറ്റുകളിലും വിജയിച്ചു. SFIയുടെ വിജയം തുടർച്ചയായ 26ാം തവണ. നന്ദജ് ബാബു യൂണിയൻ ചെയർപേഴ്സൺ. രാവിലെ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷമുണ്ടായി. SFI UDSF പ്രവർത്തകർക്ക് പരിക്കേറ്റു. കർണാടക ധർമ്മസ്ഥലയിൽ വീണ്ടും അപ്രതീക്ഷിത പരിശോധനയുമായി SIT. പോയിന്റ് മാർക്ക് ചെയ്യാത്ത ബംഗ്ലാകുന്നിൽ വീണ്ടും തെളിവെടുപ്പ് നടത്തി. നാളത്തെ പരിശോധന സ്നാഗട്ടിലെ 13ാം പോയിന്റിൽ. പരിശോധനയ്ക്കിടെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പ്രദേശവാസികൾ. ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചു മൂടുന്നത് കണ്ടു. മൃതദേഹങ്ങൾ കണ്ടെത്താൻ SITയെ സഹായിക്കാമെന്നും നാട്ടുകാർ. ധർമ്മസ്ഥലയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ സംഘം ചേർന്ന് ആക്രമണം. 2 പേർക്ക് ഗുരുതര പരിക്ക്. ആലപ്പുഴ ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ്സുകാരിക്ക് മർദ്ദനം. രണ്ടാനമ്മയ്ക്കും പിതാവിനുമെതിരെ കേസെടുത്ത് പോലീസ്. കുട്ടിയുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകൾ. വിവരം പോലീസിൽ അറിയിച്ചത് അധ്യാപകർ. നോവായി പെൺകുട്ടിയുടെ നോട്ട്ബുക്കിലെ കുറിപ്പ്. എനിക്ക് അമ്മയില്ല. പ്ലേറ്റ് ചോദിച്ചപ്പോൾ ഉമ്മി കരണത്തടിച്ചു. കുറിപ്പിൽ വേദന പുരണ്ട വാക്കുകൾ. മെഡിസെപ്പ് 2ാം ഘട്ടത്തിന് അംഗീകാരം. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. പോളിസി കാലയളവ് 3 വർഷത്തിൽ നിന്ന് 2 വർഷമാക്കി. ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട ത്രിതല പരാതി പരിഹാര സംവിധാനം കൊണ്ടുവരും. ഫേസ്ബുക്കിൽ വിനായകന്റെ പേജ് നോക്കരുത്. നോക്കിയാൽ തെറിവാക്കുകൾ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും, കണ്ണും കാതും പൊത്തേണ്ടി വരും. കുട്ടികളെ കാണിക്കരുത് ഫേസ്ബുക്ക് വിനായകന്റെ. അടൂരിനും യേശുദാസിനുമെതിരെ തെറി അഭിഷേകവുമായി നടൻ വിനായകൻ. ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് കടുത്ത അസഭ്യവർഷം. പോസ്റ്റ് സിനിമാ കോൺക്ലേവിലെ അടൂരിന്റെ പരാമർശത്തിൽ. പത്തനംതിട്ട പുല്ലാട്ട് ഭാര്യയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതിയെ പിടിച്ചു. പ്രതി ജയകുമാറിനെ പിടികൂടിയത് തിരുവല്ലയിൽ നിന്ന്. ഭാര്യ ശ്യാമയെ ജയകുമാർ കൊലപ്പെടുത്തിയത് ഞായറാഴ്ച. തൃശൂരിലൂടെ പോകാനുള്ളവരെല്ലാം ഇപ്പോൾ സൗജന്യമായി യാത്ര ആരംഭിച്ചോളൂ. തൃശൂർ പാലിയേക്കരയിൽ ചുങ്കപ്പിരിവ് മരവിപ്പിച്ചിരിക്കുന്നു ഹൈക്കോടതി. 4 ആഴ്ച ചുങ്കം പിരിക്കരുതെന്ന് ഇടക്കാല ഉത്തരവ്. നടപടി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത്. കുരുക്ക് പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റി പരാജയപ്പെട്ടുവെന്ന് കോടതി. പ്രശ്നപരിഹാരത്തിന് 1 ആഴ്ച കൂടി ആവശ്യപ്പെട്ട അതോറിറ്റി. തൃശൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണു. കോടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗാണ് തകർന്നത്. ദുരന്തമൊഴിവായത് അപകടം പുലർച്ചെയായതിനാൽ. സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി BJP കോൺഗ്രസ് പ്രവർത്തകർ. ഉത്തരാഖണ്ഡ് ധരാലിയിലെ മിന്നൽ പ്രളയത്തിൽ മരണം 6ആയി. 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ 28-അംഗ മലയാളി തീർത്ഥാടക സംഘം സുരക്ഷിതർ. ബസ് ലൊക്കേറ്റ് ചെയ്തതായി സൈന്യം അറിയിച്ചുവെന്ന് കൊച്ചിയിൽ നിന്നുള്ള ദമ്പതികളുടെ ബന്ധു. ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വണ്ടി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. അതിനകത്തെ ആളുകൾ സേഫ് ആണെന്ന് വിവരം അറിയിച്ചിട്ടുണ്ട്. ഡിഫൻസിൽ നിന്ന് അവരുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ സാറ്റലൈറ്റ് വഴി അങ്ങനെ അറിഞ്ഞ വിവരമാണ്. അപ്പോൾ അത് അത്യാവശ്യം അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. മുംബൈയിൽ നിന്നുള്ള മലയാളി സംഘത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയെന്നും ഭക്ഷണവും വെള്ളവുമെല്ലാം കിട്ടുന്ന സ്ഥലമാണെന്നും സ്വസ്ഥമായി ഉറങ്ങാവുന്ന സ്ഥലമാണെന്നും അടുത്തു തന്നെ എയർലിഫ്റ്റിലൂടെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും കേരള വിഷൻ ന്യൂസിനോട് മലയാളി സമാജം പ്രതിനിധി ദിനേശ്.